നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പൊളിച്ചടുക്കിയ മത്സരം. അതാണ് പോർച്ചുഗൽ വേഴ്സസ് അയർലൻഡ് പോരാട്ടം. ഏകപക്ഷീയമായ 3 ഗോളിന്റെ വിജയത്തോടുകൂടി പോർച്ചുഗൽ ഇതാ യുവേഫ യൂറോ കപ്പിന് വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് പറക്കുന്നു. മിന്നുന്ന പ്രകടനം ക്രിസ്ത്യാനോ നടത്തി. വേൾഡ് ക്ലാസ് ഗോൾ നമ്മൾ കണ്ടു. ഈ കളിയിലെ പോർച്ചുഗീസ് താരങ്ങളുടെ പ്ലെയർ റേറ്റിംഗ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. ഗോൾ കീപ്പർ ഡിയേഗോ കോസ്റ്റയുടെ റേറ്റിംഗ് സോഫാ സ്കോർ കൊടുക്കുന്നത് 7.1 ആണെങ്കിൽ ഡിഫൻസിൽ ആന്റോണിയോ സിൽവ 7.6, പെപ്പെ 6.7, ഗോൺസാലോ ഇനാസിയോ 7.5, മധ്യനിരയിൽ ഡിയേഗോ ഡാലോട്ട് 6.9, ബ്രൂണോ ഫെർണാണ്ടസ് 8.1. അദ്ദേഹത്തിന്റെ അസിസ്റ്റാണ് ജാവോ ഫെലിക്സ് ഗോളാക്കിയത്. പിന്നീട് ജാവോ നെവസ് 7, ജാവോ കൻസേലോ 7.1. ഇരുപാർശ്വങ്ങളിലും അവരുടെ വിങ്ങർമാർ മുന്നോട്ട് കയറി കളിച്ചു എന്നർത്ഥം. ദെൻ ജാവോ ഫെലിക്സ് മുന്നേറ്റത്തിൽ ജാവോ ഫെലിക്സ് 7.3, അതോടൊപ്പം റാഫേൽ ലിയാവോ 6.9 എന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ 9.2. അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ കണക്കുകൾ നോക്കിയാൽ 90 മിനിറ്റ് അദ്ദേഹം കളിച്ചു. 2 ഗോളുകൾ അദ്ദേഹം നേടുകയുണ്ടായി. 3 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ. ഒരു ഷോട്ടാണ് ഓഫ് ടാർഗറ്റായി പോയത്. ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഒരു തവണ അദ്ദേഹം ബാറിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്രീ കിക്കിൽ നിന്ന് വന്ന ബോൾ എത്തുന്നത് നമ്മൾ കണ്ടു. പോസ്റ്റിലടിക്കുന്നത് നമ്മൾ കണ്ടു. ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് ഒന്ന് നടത്തിയത് സക്സസ്ഫുൾ ആയി. അതായത് വുഡ് വർക്ക് ഒന്നും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ടച്ചസ് 41, ആക്യുറേറ്റ് പാസുകൾ 26 എണ്ണം 31-ൽ. 26 ആക്യുറേറ്റ് എന്ന് പറയുമ്പോൾ 84% പാസിംഗ് ആക്യുറസി. 2 കീ പാസുകൾ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. 2 ക്രോസുകൾ, അതിലൊന്ന് സക്സസ്ഫുൾ ആയി. ഗ്രൗണ്ട് ഡ്യൂവൽസ് 2, അതിലൊന്ന് വിൻ ചെയ്തു. അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ 39ാമത്തെ വയസ്സിലും മിന്നിക്കത്തുന്ന പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 9.2. പോർച്ചുഗലിലെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ ഡാനിലോ പെരീര 7.2, ന്യൂനോ മെൻഡസ് 7, നെൽസൺ സെമഡോ 7.1, റൂബൻ നെവസ് 7.5, ഡിയേഗോ ജോട്ട 7, മാത്യൂസ് ന്യൂനസ് 6.6. ഏതായാലും പോർച്ചുഗലിന്റെ യൂറോ കപ്പിലെ ആദ്യ മത്സരം ഇതാ ജൂൺ 18, അതായത് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 19-ന് 12:30 എതിരാളികൾ ചെക്ക് റിപ്പബ്ലിക് ആണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.